എന്നെ ഒരു മുടിനാരിഴ പോലും തെറ്റിക്കാൻ സാധ്യമല്ല. എന്റെ ആരോഗ്യവും ശക്തിയും ശ്വാസവും സംഘടനയ്ക്കും സമുദായത്തിനും വേണ്ടി ഒഴിഞ്ഞുവെച്ചിരിക്കുന്നു. എന്റെ മജ്ജയും മാംസവും മുസ്ലിം ലീഗിന്റേതാണ്. CH എന്ന മന്ത്രിയെയല്ല, CH എന്ന വ്യക്തിയെയാണ് ഈ രാജ്യത്തെ ജനങ്ങൾ സ്നേഹിക്കുന്നത്. മുസ്ലിം ലീഗിന്റെ ഒരു എളിയ ദാസൻ എന്ന നിലയിൽ കേരള മുസ്ലിങ്ങളുടെ ഹൃദയത്തിന്റെ കൊട്ടാരത്തിൽ ഞാൻ എന്നും പാർക്കും. 1977 നടന്ന പൊതു തെരഞ്ഞെടുപ്പിനെ തുടർന്ന് കെ കരുണാകരൻ, AK ആന്റണി, PK വാസുദേവൻ നായർ തുടങ്ങിയവർ രൂപീകരിച്ച മന്ത്രിസഭകൾ ഒന്നിനു പുറകെ മറ്റൊന്നായി വിവിധ രാഷ്ട്രീയ കാരണങ്ങളാൽ ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീണു. ഒരു സ്ഥിരതയുള്ള ഭരണത്തിനായി കേരള രാഷ്ട്രീയത്തിലെ സമുന്നത നേതാക്കൾ ഉറ്റുനോക്കിയത് തലയെടുപ്പുള്ള ഭരണതന്ത്രജ്ഞനായ CH മുഹമ്മദ് കോയയെയാണ്. 1979 ഒക്ടോബർ 12 CH മുഖ്യമന്ത്രിയായി 10ാമത് കേരള മന്ത്രിസഭ നിലവിൽ വന്നു. വിവാദ വിഷയമായ ഇഷ്ടദാന ബിൽ നിയമസഭയിൽ അവതരിപ്പിച്ച് പാസാക്കിയെടുത്തതാണ് CH മന്ത്രിസഭയുടെ പ്രധാന നേട്ടം. കൂട്ടുകക്ഷി മന്ത്രിസഭകൾ നേരിടാറുള്ള പ്രതിസന്ധികൾ CH മന്ത്രിസഭയെയും വെറുതെ വിട്ടില്ല. രാഷ്ട്രീയ കക്ഷികളുടെ പടലപിണക്കവും നേതൃത്വത്തിലുള്ളവർ തമ്മിലുള്ള വ്യക്തിവൈരാഗ്യവും കുതിര കച്ചവടത്തിലേക്കും കുതികാൽ വെട്ടിലേക്കും നീങ്ങിയപ്പോൾ CHന് മറ്റൊന്നും ആലോചിക്കാനുണ്ടായിരുന്നില്ല. കൂടാതെ രാഷ്ട്രീയ അണിയറയിലെ അന്തർനാടകങ്ങളും ചാക്കിട്ട് പിടിക്കാനുള്ള ശ്രമങ്ങളും. നവംബർ 28 മുഖ്യമന്ത്രി ഗവർണറെ ചെന്നുകണ്ട് നിയമസഭ പിരിച്ചുവിടാൻ ഉപദേശിച്ചു. ഡിസംബർ 1 മുഖ്യമന്ത്രി മന്ത്രിസഭയുടെ രാജി ഗവർണർക്ക് സമർപ്പിച്ചു. പൊതുപ്രവർത്തന നിലയിൽ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സംഭാവന കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്താണ്. കേരളം കണ്ട ഏറ്റവും നല്ല വിദ്യാഭ്യാസ മന്ത്രിമാരിലൊരാളാണ് CH. വിദ്യാഭ്യാസ രംഗത്തിന്റെ നവീകരണത്തിൽ മാത്രമല്ല, പ്രൈമറി വിദ്യാഭ്യാസം മുതൽ ഉന്നത വിദ്യാഭ്യാസം വരെ കേരളത്തിലെ എല്ലാ മേഖലയിലും വികസിപ്പിച്ചെടുക്കുന്നതിൽ അദ്ദേഹം നിസ്തുലമായ സേവനമാണ് ചെയ്തത്. താൻ ജനിച്ച മലബാർ പ്രദേശത്തിന്റെ പിന്നോക്കാവസ്ഥയ്ക്ക് പരിഹാരമുണ്ടാക്കുന്നതിൽ അദ്ദേഹം പ്രത്യേകം ശ്രദ്ധ പതിപ്പിച്ചിരുന്നു. മലബാറിന്റെ വിദ്യാഭ്യാസപരമായ പിന്നോക്കാവസ്ഥ പരിഹരിക്കുന്നതിന് വേണ്ടി മലബാർ പ്രദേശത്ത് ധാരാളം വിദ്യാലയങ്ങൾ ഉണ്ടാക്കുവാൻ അദ്ദേഹം വ്യക്തിപരമായി താല്പര്യമെടുത്തു. കോഴിക്കോട് യൂണിവേഴ്സിറ്റി CHന്റെ ഏറ്റവും വലിയ സ്മാരകമാണ്. അതുപോലെ തന്നെ മുസ്ലിം പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം അദ്ദേഹത്തിന്റെ സ്വപ്നമായിരുന്നു. CH എന്ന രണ്ടക്ഷരത്തിന്റെ പിന്നിലെ മഹത്തായ വ്യക്തിത്വം വളരെ തിളക്കമേറിയതാണ്. അദ്ദേഹത്തിന്റെ ആ രൂപം ഇന്നും ചൈതന്യവത്തായി മനസ്സിൽ തങ്ങി നിൽപ്പുണ്ട്. CHനെ ഓർക്കുമ്പോൾ ആദ്യം മനസ്സിൽ പതിയുന്നത് അദ്ദേഹത്തിന്റെ ആ നർമ്മരസവും ഫലിതങ്ങളും അദ്ദേഹത്തിന്റെ വാഗ്മിത്വവുമാണ്. അദ്ദേഹം നല്ലൊരു പാർലമെന്റേറിയനായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ടിരിക്കുവാൻ വളരെ രസകരമാണ്. പ്രസംഗത്തിലെ അദ്ദേഹത്തിന്റെ പദപ്രയോഗങ്ങൾ കേട്ട് കുടുകൂടാ ശ്രോതാക്കൾ ചിരിക്കും. പരിഹാസങ്ങളും ഫലിതങ്ങളും വാരി വിതറിക്കൊണ്ട് പ്രതിപക്ഷങ്ങളെ കുത്തിനോപ്പിച്ച ശേഷം മധ്യവചനത്തിൽ മാർദ്ദവമില്ലെങ്കിൽ ഉദ്ദേശശുദ്ധിയാൽ മാപ്പ് തരണം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പ്രസംഗം അവസാനിപ്പിച്ച ഒരു രംഗം ഇന്നും എന്റെ മനസ്സിൽ പതിഞ്ഞു നിൽപ്പുണ്ട്. കോഴിക്കോട് നഗരം മലബാറിന്റെ ആസ്ഥാന നഗരി. സാംസ്കാരികമായും കലാപരമായും എന്നും മറ്റ് കേരള നഗരങ്ങളെ അപേക്ഷിച്ച് കോഴിക്കോട് ഒരടി മുന്നിലായിരുന്നു. മാനാഞ്ചിറ മൈതാനവും മുതലക്കുളവും CHന്റെ വാഗ്ധോരണികൾക്ക് എത്രയോ തവണ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ശ്രോതാക്കളെ ഹഠാത് ആകർഷിക്കുന്നതായിരുന്നു CHന്റെ പ്രസംഗധോരണി. പ്രതിയോഗികൾക്ക് ഉരുളയ്ക്കുപ്പേര് കൊടുക്കുവാനുള്ള CHന്റെ വൈഭവവും കഥകളും ചെറുകഥകളും നർമ്മോക്തികളും കലർത്തിയുള്ള പ്രസംഗ ശൈലി CHന് മാത്രമുള്ളതായിരുന്നു. CHന്റെ പ്രസംഗങ്ങളിലൊന്ന്. ഞാൻ ഏതാനും മാസങ്ങളോളം അതികഠിനമായ രോഗം പിടിപെട്ട് ബോധശൂന്യയിൽ കിടക്കുകയായിരുന്നു. ടൈപ്പിസ്റ്റുകളുടെയും ചുരുക്കെഴുത്തുകാരുടെയും ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ എനിക്കുള്ള അവകാശം എന്താണ് എന്ന് ഞാൻ ആലോചിച്ചിട്ടില്ല. അത് ആലോചിക്കേണ്ടത് ഞാനല്ലല്ലോ. ഇപ്പോൾ ഇവിടെ വന്നിരിക്കുമ്പോൾ സർക്കാരിന്റെ പേരിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വാഗ്ദാനം നൽകി
നിങ്ങളുടെ കൈയടിയുമ്പോൾ തിരിച്ചു പോകുന്ന എന്റെ പതിവല്ലാത്തതുകൊണ്ട് അതിന് ഞാൻ മുതിരുന്നില്ല എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞുകൊള്ളട്ടെ. ഒരിക്കൽ ഒരു നമ്പൂതിരിയുടെ ഇല്ലത്തിന് തീപിടിച്ചു. ഒരു ഭാര്യയെ കിണറ്റിൽ വിടും, കുട്ടി മരിച്ചുപോയി. അപ്പൊ നമ്പൂരി രാമ ചെല്ലപ്പെട്ടി കൊണ്ടാ ഞാനത് മുറുക്കട്ടെ എന്ന് പറഞ്ഞു. ആ അവസ്ഥയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഈ ഗവൺമെന്റ് പൊതുവെ സാമ്പത്തിക വിഷമതകൾക്ക് കിടന്ന് നിലയിക്കുകയാണ്. നാനാഭാഗങ്ങളിലും പണിമുടക്കിന്റെ ഭീഷണികൾ ഉയർന്നുകൊണ്ടിരിക്കുന്നു. എല്ലാ സംഘടനകളും ജീവസ്തംഭം മഹാശേഖരം നമുക്കും കിട്ടണം പണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ ആരെങ്കിലും ചെല്ലപ്പെട്ടി കൊണ്ടുവരുന്നെങ്കിൽ അതൊന്ന് എടുക്കാൻ ഉള്ള സമയം എനിക്കായിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ യാതൊരു സാങ്കേതിക വിജ്ഞാനവുമില്ലാത്ത ആളുകൾ സെക്രട്ടേറിയറ്റിലോ ഓഫീസിലോ കിടന്നാൽ സൂര്യൻ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്താൽ കൊല്ലങ്ങൾ കഴിയുമ്പോൾ അവർക്ക് പ്രൊമോഷൻ കിട്ടുന്നു. ഈ രാജ്യത്ത് ആർക്കെല്ലാമാണ് പ്രൊമോഷൻ കിട്ടാത്തത്, ആർക്കെല്ലാമാണ് കൂടുതൽ പ്രൊമോഷൻ കിട്ടേണ്ടത്, അതിനുള്ള മാർഗങ്ങൾ എന്താണ് എന്നതിനെ കുറിച്ച് ശരിയായ ഗവേഷണം സർവീസ് സംഘടനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനു വേണ്ടി ശബ്ദമുയർത്താത്ത ഒരു കുഴപ്പവും നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടില്ല. ഇന്ന സംസ്ഥാനങ്ങളിൽ കൂടുതൽ കിട്ടും എന്ന് അവരുടെ ഗവേഷണ ബുദ്ധി വേഗം അവർ മനസ്സിലാക്കും. കുറച്ച് കിട്ടുന്നവർ കാണുകയില്ല. നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് കാര്യമായ ആവശ്യം ഈ സ്നാതകന്മാർക്കും ടൈപ്പിസ്റ്റുകൾക്കും സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കും കൂടുതൽ ശമ്പളവും കൂടുതൽ പ്രൊമോഷനും കിട്ടുക എന്നുള്ളതല്ല. ഈ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് അടുത്ത് നിന്നാൽ ലോകമഹായുദ്ധത്തെ കുറിച്ചുള്ള സംസാരം കേൾക്കുകയില്ല. 40, 120, 80, 220 എന്ന വർത്തമാനം മാത്രമേ അവിടെ കേൾക്കുകയുള്ളൂ. ലോകമഹായുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്ന ആറ്റം ബോംബ് എറിയാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ അതിനെപ്പറ്റി തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന്റെ അകത്തോ പുറത്തോ ഉള്ള ആളുകൾക്ക് യാതൊരു പരിഗണനയുമില്ല. എന്തോ പ്രൊമോഷൻ തസ്തിക വേണ്ടെന്ന് വെച്ചിരിക്കുന്നു എന്ന് കേട്ടാൽ ലോകമഹായുദ്ധം ഉണ്ടാവുന്നതിനേക്കാളും വലിയ ആവേശത്തോടു കൂടിയാണ് അവരത് ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ആവശ്യം റോഡും പാലവും വികസനവുമാണ്. ഉദ്യോഗസ്ഥന്മാർക്ക് ആവശ്യം പ്രൊമോഷനും ശമ്പള വർധനവുമാണ്. ഇങ്ങനെ രാജ്യത്ത് നികുതിയായി കിട്ടുന്ന പണം മുക്കാലേ മുണ്ടാടി ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുക്കുന്ന ഒരു ഏർപ്പാട് ഇവിടെ മാത്രമേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. 13 കൊല്ലം സൂര്യൻ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്താൽ ഒരു ടെസ്റ്റ് പോലും പാസ്സാകാതെ പ്രൊമോഷൻ കൊടുക്കുന്ന സമ്പ്രദായം നമ്മുടെ നാട്ടിൽ മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന ഓരോ കടലാസും ഒരു പാവപ്പെട്ട കുടുംബത്തിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ടതാണ് എന്ന് ആ കടലാസ് ടൈപ്പ് ചെയ്യുമ്പോൾ അതിനെ നോട്ട് ചെയ്യുമ്പോൾ നിങ്ങളാരും ആലോചിക്കാറില്ല. അതിന്റെ ഉടമസ്ഥന്മാർക്ക് സംഘടിത ശക്തിയില്ല എന്നുള്ളതാണ് നിങ്ങളുടെ സമാധാനം. തിരക്കുള്ള മനുഷ്യനാണെങ്കിലും വീട്ടുകാര്യങ്ങളിലൊക്കെ ഭയങ്കര താല്പര്യമുള്ള ആളാണ്. മക്കളെ കുട്ടികളെ അസുഖം വന്നാലും കുട്ടികൾക്ക് വല്ല ഇത് വന്നാലും എവിടെ പോയാലും വലിയ ശ്രദ്ധയിലുണ്ടാവും. പിന്നെ അസുഖം വന്നാണെങ്കിൽ ചികിത്സിക്കാനും നോക്കാനും ഒക്കെ വലിയ ശ്രദ്ധയായിരുന്നു. കുട്ടികളെ വിദ്യാഭ്യാസ കാര്യത്തിലും എല്ലാം പിന്നെ വലിയ ആഡംബരമൊന്നുമില്ലാതെ ഒരു ജീവിതമായിരുന്നു. കുട്ടികൾക്ക് പഠിക്കാൻ പോകുന്ന സമയത്ത് അത്യാവശ്യം ഉള്ള ഡ്രസ്സൊക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്നല്ല, മുമ്പ് ലണ്ടനില് ഞങ്ങൾ 2 പേരാണ് പോയത്. അപ്പോഴേ അദ്ദേഹം പറഞ്ഞ് നമ്മള് 2 ആളും ലണ്ടനിൽ പോയത് അവരറിഞ്ഞില്ല, നമ്മൾ പോയ ഫിലിം അവരിറക്കിയത്. 62-ലാണല്ലോ സ്പീക്കറായിട്ട്. അപ്പോഴേ ഞങ്ങളിവിടെ താമസിക്കുന്ന സമയത്താണത്. അല്ല ഇല്ല, അന്ന് അത്തോളി ഇവിടെ അങ്ങോട്ട് മാറിയിട്ടില്ല. ഇവിടെ 65-ലാണ് താമസിച്ചത്. അപ്പോഴവിടുന്ന് അടുത്ത ലെറ്റർ അയച്ചതാണ് ഇങ്ങനെ സ്പീക്കറായി പറഞ്ഞത്. ഫോണൊന്നുമില്ലല്ലോ, അപ്പം അങ്ങോട്ട് വരണം പറഞ്ഞിട്ട്. അങ്ങനെ അന്ന് മൂത്ത മകള് മാത്രമേ ഉള്ളൂ, ഫൗസിയ. ചിത്രരചനയിലും CH-ന് താല്പര്യമുണ്ടായിരുന്നു, പ്രത്യേകിച്ച് കാർട്ടൂണിൽ. ഒരുപക്ഷെ കാർട്ടൂണിസ്റ്റുകളുടെ ഏറ്റവും ഇഷ്ട കഥാപാത്രമായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തകനായിരിക്കണം CH. നർമ്മബോധവും സാഹിത്യവാസനയും CH-നെ
സാധാരണ രാഷ്ട്രീയക്കാരിൽ നിന്നും ഏറെ വേർതിരിച്ചു നിർത്തുന്നു. തന്നെക്കുറിച്ചുള്ള ഫലിതങ്ങൾ സ്വയം ആസ്വദിക്കാൻ കഴിവുള്ള ചുരുക്കം വ്യക്തികളിൽ ഒരാളായിരുന്നു CH. നിയമസഭയ്ക്കകത്തും പുറത്തും CH തൊടുത്തുവിട്ടിട്ടുള്ള നർമ്മോക്തികൾ കേരള ജനത ഇന്നും സ്മരിക്കും. നർമ്മഭാവനിച്ച ജനങ്ങളെ കൂടുതൽ ചിന്തിക്കാനും ചിരിപ്പിക്കാനും എന്നെപ്പറ്റി ഒരു വിമർശനം അതുണ്ട്. ഈ തരത്തിൽ ആളുകളോട് ചിരിപ്പിക്കത്തക്ക വിധത്തിൽ തീർച്ചയായിട്ടും നർമ്മഭാവന ആവശ്യമാണ്. മനുഷ്യനെ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ, തന്റെ സംഗതി മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ നർമ്മഭാവന ഒരു ശരിയായ ഒരു ആയുധമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. അതെല്ലാവർക്കും കൈകാര്യം ചെയ്യാൻ കഴിയുന്ന വസ്തുതയുമല്ല. അത് ചില പ്രത്യേക സ്വഭാവവും പ്രത്യേകമായി ജനങ്ങളുമായിട്ടുള്ള ബന്ധത്തിന് ഫലമായി സാധിക്കുകയുള്ളൂ. ആ നർമ്മഭാവന തീർച്ചയായിട്ടും CH-ന് ഒരു പ്രത്യേകതയുണ്ട്. ഒരു കാലത്ത് ഹാസ്യകഥകൾ എഴുതാൻ CH താൽപര്യം പ്രകടിപ്പിച്ചു. അദ്ദേഹം എന്തായിരുന്നില്ല എന്നല്ലാതെ എന്തായിരുന്നു എന്ന് കണ്ടെത്തുക പ്രയാസമാണ്. നോവലുകളും കഥകളും അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട വിഭവങ്ങളായിരുന്നു. CH-ഉം ഞാനും തമ്മിലുള്ള ബന്ധം ഒരു ഉദ്യോഗസ്ഥനും ഒരു മന്ത്രി അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആ മറ്റുള്ള ബന്ധമായിരുന്നില്ല. മച്ച് ലൈക്ക് ബ്രദേഴ്സ്. അദ്ദേഹം തന്നെ ഒരു സഹോദരനെ പോലെ സ്നേഹിച്ചിരുന്നു. ഞാൻ ആദ്യം CH-നെ കാണുന്നത് കോഴിക്കോട്ട് വെച്ചാണ് 1962. അന്ന് ഞാനവിടെ കളക്ടറായിരുന്നു. ഞങ്ങളുടെ വെള്ളയിൽ ബീച്ചിൽ വെച്ച് 2 സമുദായക്കാർ തമ്മിൽ ഒരു ലഹളയുണ്ട്. ഒരു വർഗീയ ലഹള എന്ന് പറയാം. അത് വളരെ വഷളാൻ സാധ്യതയുള്ളൊരു ലഹളയായിരുന്നു. വഷളാക്കാൻ ശ്രമിച്ച ആളുകളും നേതാക്കന്മാരും അന്ന് കോഴിക്കോട്ടുണ്ടായിരുന്നു. ആ സമയത്ത് CH-ന്റെ എന്താ പറയുക, രാഷ്ട്രീയ പാഠവും മനുഷ്യസ്നേഹം, ഓൾ ദ ക്വാളിറ്റീസ് ഓഫ് ഗ്രേറ്റ് മാൻ, അദ്ദേഹം അങ്ങനെ ഇടപെട്ട് എന്നെ സഹായിച്ചില്ലായിരുന്നെങ്കിൽ അന്നവിടെ വെടിവെപ്പൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ വളരെ സംഘർഷം നിറഞ്ഞ ഒരു രാത്രിയിലാണ് ഞങ്ങൾ കൂട്ടിമുട്ടുന്നത്. നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ വെച്ചാണ് ഞങ്ങൾ ആദ്യമായി കണ്ടുമുട്ടുന്നത് ഈ പശ്ചാത്തലത്തിൽ. ഇതിന്റെ സൂചന ഒരു മുസ്ലിം ലീഗ് നേതാവ് എന്ന നിലയിൽ ഒരിക്കലും ഞാൻ CH കണ്ടിട്ടില്ല. ആരും അവനെ കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു ഭരണതന്ത്രജ്ഞൻ, നാട് നന്നാവണം എന്ന് മാത്രം കരുതി പ്രവർത്തിച്ചിട്ടുള്ള ഒരു മനുഷ്യസ്നേഹി. ആ നിലയ്ക്കാണ് അന്നും ഇന്നും ഞാൻ CH-നെ വിലയിരുത്തുന്നത്. പിന്നെ പെട്ടെന്ന് മനസ്സിൽ തോന്നുന്ന മറ്റൊരു സംഭവം, CH-നെ ഒരു പരിധി വിട്ട് കളിയാക്കി കുറെ ആഭാസ ചുവയുള്ള കാർട്ടൂണുകൾ ഏത് പേപ്പറിലാണെന്ന് എനിക്ക് തനിനിറമാണെന്ന് തോന്നുന്നു. അത് നമ്മുടെ കാർട്ടൂണിസ്റ്റ് മന്ത്രി എന്റെ പരിചയക്കാരന് അത് കുറേയേറെ വരച്ചു കൂട്ടി. അപ്പൊ അയാളെ വിദ്യാഭ്യാസ വകുപ്പിലെ ചില ചട്ടങ്ങളനുസരിച്ച് സസ്പെൻഡ് ചെയ്തു. മറ്റൊരു മന്ത്രിയായിരുന്നെങ്കിൽ ഈ PK മന്ത്രി വേട്ടയാടുമായിരുന്നു. ഇടക്കാലത്ത് ഞാൻ വിജിലൻസ് സെക്രട്ടറിയായിട്ട് പണിയെടുക്കുമ്പോൾ ഈ ഫയൽ എന്റെ കയ്യിൽ നിന്ന് കിട്ടി. ഞാനതിൽ മന്ത്രിക്ക് അനുകൂലമായിട്ട്, അതായത് കാർട്ടൂണിസ്റ്റ് മന്ത്രിക്ക് അനുകൂലമായിട്ട് നോട്ട് എഴുതി. എന്താണ് കാർട്ടൂൺ? പരിഹാസത്തിന്റെ സീമകൾ ഇവിടം വരെ ആവാം. കാർട്ടൂണിന്റെ ചരിത്രം, ആശുദ്ധി മുഖ്യ ബ്രഷ് കൊണ്ട് വരച്ച് ശരീരം പൊള്ളിയിട്ടുള്ള പഴയ നേതാക്കന്മാർ, ഇതൊക്കെ ഞാൻ സുഖമായിട്ട് എഴുതി. ആ ഫയല് CH-ന്റെ കയ്യിലെത്തി. അപ്പൊ CH എന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വിളിച്ചു ക്ലിഫ് ഹൗസിൽ. നല്ല പത്തിരിയും കോഴി ഇറച്ചിയും ഇതൊക്കെ ഞാനും കഴിച്ചു CH-ന്റെ കൂടെ. മിസ്റ്റർ CH-ആണ് വിളമ്പി തന്നെന്ന് തോന്നുന്നു. പ്രതിവട്ടം ചിരിച്ചു. എടോ രാംസ, താനൊരുമായി ഒരു പ്രബന്ധം എഴുതി വെച്ചിട്ടുണ്ടല്ലോ, ഇപ്പൊ കാർട്ടൂൺ എന്താന്ന് എനിക്ക് ഇപ്പൊ ശകലം പിടി കിട്ടി. പിന്നെ മന്ത്രി കൊല്ലണമെന്നും ആർക്കും ഇവിടെ ആഗ്രഹം ഉണ്ടായിരുന്നില്ല. അതിനിപ്പോ എന്ത് ചെയ്യണം? നമ്മുടെ മന്ത്രിയെ തിരിച്ചെടുക്കണം. അപ്പോ അദ്ദേഹം ഓർഡർ പാസ് മന്ത്രി തിരിച്ചു. ബിഗ് മാൻ. ഈ നിയമസഭാ മന്ദിരത്തിന്റെ ചുവരുകൾക്കുള്ളിൽ CH-ന്റെ സിംഹഗർജനങ്ങൾ എത്രയോ പ്രതിധ്വനിച്ചു.
മത്സരിച്ച തെരഞ്ഞെടുപ്പുകളിൽ ഒന്നിലും പരാജയത്തിന്റെ കയ്പുനീരറിയാത്ത ജനനായകനായിരുന്നു അദ്ദേഹം. 5 മണ്ഡലങ്ങളെയാണ് വിവിധ തെരഞ്ഞെടുപ്പുകളിൽ CH നിയമസഭയിൽ പ്രതിനിധീകരിച്ചത്. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ വകുപ്പുകൾ കൈകാര്യം ചെയ്ത മന്ത്രിയും CH ആണ്. CH എന്ന മനുഷ്യസ്നേഹി എന്ന് പറയുമ്പോൾ ജാതി മത ചിന്തകൾക്കെല്ലാം അതീതമായി സഹോദരനും ഉണ്ടാകേണ്ട ബന്ധത്തെക്കുറിച്ച് അടിസ്ഥാനപരമായി CHന് സമീപനമുണ്ട്. തനിക്കും തന്നോടൊപ്പമുള്ള സമൂഹത്തിനും അല്ലെങ്കിൽ സമുദായത്തിനും എന്ത് നന്മ വരുന്നു എന്നുള്ളതിനേക്കാൾ ഉപരിയായി അവർക്ക് നന്മ വരണമെന്ന് ആഗ്രഹിക്കുന്നതാകാം. ആ നന്മയോടൊപ്പം തന്നെ ആ നന്മ മറ്റുള്ളവരുടെ ഒരു പ്രയാസത്തിന് ഒരു കാരണവശാലും ഇടയാകരുതെന്ന് മാത്രമല്ല, അല്പം തന്റെ ആ നിലപാടിന് കോട്ടം തട്ടിയാൽ പോലും മറ്റുള്ളവരുടെ താല്പര്യം സംരക്ഷിക്കുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ വിശാലമായ മനസ്സിന്റെ ഭാഗമാണ്. ഇന്ന് പലരും മതേതരത്വത്തെക്കുറിച്ച് പറയാറുണ്ട്. ഞങ്ങളൊക്കെ അതിന്റെ വക്താക്കളാണ്. എനിക്കറിയാവുന്ന പല ആളുകളും മതേതരത്വത്തെക്കുറിച്ച് പറയുമ്പോൾ അവരുടെ ഉള്ളിൽ ചിലപ്പോൾ എന്തെല്ലാം ഇരിക്കുന്നു എന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ മതേതരത്വം അതിന്റെ മുഴുവൻ അർത്ഥത്തിലും ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിച്ച ഒരാളാണ് CH എന്ന് എനിക്ക് ആത്മാർത്ഥമായി വിശ്വാസത്തോട് പറയാൻ സാധിക്കും. അദ്ദേഹത്തിന്റെ ബുദ്ധി അപാരമായ ബുദ്ധിയാണ്. വലിയൊരു പണ്ഡിതനല്ല, വലിയൊരു സ്കോളറല്ല. പക്ഷേ പാണ്ഡിത്യം എന്താണെന്നുള്ളത് അതിന്റെ ശരിയായ അർത്ഥത്തിലാണെങ്കിൽ ഏറ്റവും വലിയ പണ്ഡിതനായിരുന്നു CH. എത്ര പ്രയാസങ്ങളേറിയ പ്രശ്നങ്ങൾ ഉണ്ടായാലും ശരി, പരിഹാരം കണ്ടെത്തുന്ന കാര്യത്തിൽ എന്തൊരു കൂർമ്മബുദ്ധിയാണെന്ന് പറയാം. എന്ന് മാത്രമല്ല, ഞങ്ങളെ കൂടുതൽ അടുപ്പിക്കാനൊരു കാരണമുണ്ട്. ശരിയാണെന്ന് തോന്നുന്നത് തീരുമാനിക്കുന്നത് ചെയ്യുക. അതിന്റെ ഭവിഷ്യത്തുകളെ കുറിച്ചൊന്നും ആലോചിച്ച് അല്ലെങ്കിൽ തല പോഞ്ഞ് സമയം പാഴാക്കാറില്ല. എനിക്ക് തോന്നുന്നില്ല എപ്പോഴെങ്കിലും പിഴച്ചിട്ടുണ്ടെന്ന്. ഒരിക്കലും പിഴയ്ക്കാനിടയായിട്ടില്ല. അങ്ങനെ തന്റെ പ്രവർത്തനത്തിൽ താൻ ഉൾക്കൊള്ളുന്ന മുസ്ലിം സമൂഹത്തിന്റെ താല്പര്യവും അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നുള്ളതും ഇന്ന് ആ സമുദായത്തിന് ഒരിക്കലും മറക്കാൻ സാധിക്കാത്ത സംഭാവന ചെയ്ത ഒരു വ്യക്തി മറ്റാരേക്കാൾ CH. ആ സമുദായത്തിന് വേണ്ടി, സമൂഹത്തിന് വേണ്ടി പല പ്രവർത്തനം ചെയ്ത പലരും ഉണ്ട്. പക്ഷെ ഇന്ന് സാമ്പത്തിക രംഗത്തും അതോട് തന്നെ അറിവിന്റെ കാര്യത്തിലും മറ്റ് ആളുകളോടൊപ്പം വളരാൻ ആ സമുദായത്തിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ CH മുഹമ്മദ് കോയ എന്ന ആ മഹൽ വ്യക്തി വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്തതിന്റെ ഫലമായിട്ടാണ്. ഫയല് വന്നാൽ വളരെയധികം സമയം അദ്ദേഹത്തിന് വായിക്കേണ്ട. കണ്ണോടിച്ച് നോക്കിയാൽ മനസ്സിലാക്കും അദ്ദേഹത്തിന്റെ നർമ്മബുദ്ധി. സാഹിത്യത്തിൽ പണ്ഡിതനല്ലെങ്കിലും എന്റെ അഭിപ്രായത്തിൽ ഹാസ്യ സാഹിത്യത്തിന് അദ്ദേഹത്തിനുള്ള താല്പര്യം ചെറുതൊന്നുമായിരുന്നു. എതിരാളികളെ തറച്ചു കെട്ടാൻ അദ്ദേഹം നർമ്മസം തുളുമ്പുന്ന പ്രയോഗങ്ങൾ ആരെയും ആകർഷിക്കും, പലപ്പോഴും പൊട്ടിച്ചിരിപ്പിക്കും. ഒരുപക്ഷെ ആ പൊട്ടിച്ചിരിക്കുന്നത് ഈ ശരം കൊണ്ട് ആള് തന്നെയായിരിക്കും എന്നുള്ള കാര്യമാണ് വളരെ ശ്രദ്ധേയമായിട്ടുള്ളത്. അത് അനുഭവിക്കുമ്പോഴും വേദനിപ്പിക്കാതെ അനുഭവിക്കും. പക്ഷേ അത് ബുദ്ധിയെ ആഴത്തിൽ സ്വാധീനിക്കുന്ന നടപടിയുമായി. വളരെ രസമായ സംഭവമാണ്. എന്നെക്കുറിച്ച് പറഞ്ഞൊരു പ്രയോഗം ഞാനിപ്പോൾ ഓർക്കുകയാണ്. ഞങ്ങളെ മന്ത്രിസഭാ രഹസ്യങ്ങളെ പുറത്തു പറയാൻ പാടില്ല എന്നാണ്. എങ്കിൽ പോലും ഒന്ന് ഞാൻ പറയട്ടെ. പ്ലാനിൽ സംഖ്യ നിശ്ചയിച്ച കൂട്ടത്തിൽ പൊതുമരാമത്ത് വകുപ്പിന് അല്പം സംഖ്യ കുറഞ്ഞുപോയി. അതിങ്ങനെ പിന്നെ ആ കാര്യം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എടുത്ത വഴിക്ക് CH പറയാം, നമ്മളെ CM എന്തിനാണ് റോഡ്? അദ്ദേഹത്തിന് PWDയിൽ മാത്രം ഞാൻ ചോദിക്കുന്ന എല്ലാം അനുവദിക്കാറുണ്ട്. PWയുടെ കാര്യത്തിൽ, റോഡിന്റെ കാര്യത്തിൽ അദ്ദേഹത്തിന് താല്പര്യം കുറയുന്നുവെങ്കിൽ അതിൽ ഞാൻ എങ്ങനെ പറയും അദ്ദേഹത്തിന് യാത്ര ചെയ്യാൻ റോഡിന്റെ ആവശ്യമില്ല. രാഷ്ട്രീയക്കാർക്കിടയിലെ സാഹിത്യകാരനും
സാഹിത്യകാരന്മാർക്കിടയിലെ രാഷ്ട്രീയക്കാരനുമായിരുന്നു CH. ലോക്സഭയിലെയും നിയമസഭയിലെയും റഫറൻസ് ലൈബ്രറികൾ അദ്ദേഹം ഏറ്റവും അധികം പ്രയോജനപ്പെടുത്തി. സമുദായത്തിനും സംഘടനയ്ക്കും നാടിനും വേണ്ടിയുള്ള കാര്യങ്ങൾക്ക് രാവില്ലാതെ പകലില്ലാതെ ഊണില്ലാതെ ഉറക്കമില്ലാതെ രാജ്യത്തുടനീളം ഓടി നടക്കുന്നതിനിടയിൽ കുടുംബചിന്ത CH-നെ ഒട്ടും തന്നെ അലട്ടിയില്ല. ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലക്ക് പരിചയപ്പെടുന്ന ഒരു പ്രായത്തിലായിരുന്നില്ല ഞാനും എൻ്റെ സഹോദരിമാരും എൻ്റെ പിതാവും ജീവിച്ച ആ കാലഘട്ടം. അതായത് ഞങ്ങളുടെ ചെറുപ്പമായിരുന്നു അത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അന്ന് എൻ്റെ പിതാവിൽ കാണാൻ സാധിച്ചത് വാത്സല്യനിധിയായ ഒരു പിതാവിനെയാണ്. അതിനായിരുന്നു ഞങ്ങൾ പ്രാമുഖ്യം നൽകിയത്. കിട്ടുന്ന ചെറിയ നിമിഷങ്ങൾ അതിനെ നർമ്മോക്തി കൊണ്ട് ഞങ്ങളുടെ മനസ്സിൽ യുഗങ്ങളെ സൃഷ്ടിക്കാൻ സാധിച്ചിരുന്നു എൻ്റെ പിതാവിന്. പലപ്പോഴും ഞങ്ങൾ രാത്രി കിടന്നുറങ്ങിയതിനു ശേഷം വീട്ടിലെത്തുകയും ഞങ്ങൾ ഉണരും മുമ്പേ വീട്ടിൽ നിന്ന് പോവുകയും ചെയ്യുന്ന ഒരു പിതാവ്. എങ്കിലും കിട്ടുന്ന സന്ദർഭങ്ങളിൽ ചെറിയ ചെറിയ അവസരങ്ങൾ ഉണ്ടാക്കി ഞങ്ങളോട് സല്ലപിക്കാനും ഞങ്ങളുമായി ഫലിതങ്ങൾ പങ്കുവെക്കാനുമൊക്കെ അദ്ദേഹം സമയം കണ്ടെത്തിയിരുന്നു. അതാണ് ഞങ്ങളുടെ മനസ്സിലുള്ള പിതാവ്. പക്ഷേ രാഷ്ട്രീയക്കാരനായ ബാപ്പയെ ഞാൻ പരിചയപ്പെടുന്നത് പിന്നീട് ഈ രാഷ്ട്രീയ ജീവിതത്തിലേക്ക് ഇറങ്ങി അദ്ദേഹത്തോട് ഒരുമിച്ച് പ്രവർത്തിച്ചിരുന്ന ആളുകളിൽ നിന്നും കേൾക്കുന്ന അനുഭവങ്ങളിലും അദ്ദേഹത്തിന്റെ സൃഷ്ടികളിൽ നിന്നും വായിച്ച് മനസ്സിലാക്കിയും അദ്ദേഹത്തെ കുറിച്ച് എഴുതിയ ലേഖനങ്ങളിൽ നിന്നും മനസ്സിലാക്കിയുമാണ്. അതിനുവേണ്ടി ഞങ്ങളെ സഹായിച്ച പിതാവിനെ കുറിച്ച് ധാരാളം പുസ്തകങ്ങൾ അതിനിടയിൽ ഇറങ്ങി. ഒന്ന് നവാസ് പൂനൂർ എഴുതിയൊരു പുസ്തകം, MC വടകര എഴുതിയ പുസ്തകം, മെഹബൂബ് എഴുതിയ പുസ്തകം, അതിനുശേഷം ഓണക്കൂർ നിയമസഭയിൽ നിന്നും ഉള്ള പ്രസംഗങ്ങളെ ക്രോഡീകരിച്ചുകൊണ്ട് സുന്ദരേശ പണിക്കർ എന്ന് പറയുന്ന ലൈബ്രറിയിലെ നിയമസഭാ ലൈബ്രറിയിലെ ലൈബ്രറിയൻ സഹായിച്ച് ആബിദ യൂസഫ് എന്ന് പറയുന്ന ബാല ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ചീഫ് എഡിറ്റർ അവരെല്ലാം കൂടെ ഒരുമിച്ചുണ്ടാക്കിയ പ്രസംഗങ്ങൾ, ഇതൊക്കെ വായിച്ചാണ് പിന്നീട് ഞങ്ങൾ കൂടുതൽ, അതായത് പിതാവ് പോയതിനു ശേഷമാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ രംഗത്തുള്ള മഹാത്മ്യത്തെക്കുറിച്ച് ഞങ്ങൾ അറിയുന്നത്. ആരോടും അസൂയയോ പകയോ വിദ്വേഷമോ ഇല്ലാതെ മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും അതിന് ആവത് പ്രവർത്തിക്കുകയും ചെയ്ത നിർമ്മല ഹൃദയമായിരുന്നു CH-ന്റേത്. ജീവിതത്തിനു നേരെ എല്ലായ്പ്പോഴും പ്രസാദാത്മക സമീപനം കൈക്കൊള്ളാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ചിരിച്ചും ചിരിപ്പിച്ചും നടന്ന CH മക്കളോട് കളിക്കൂട്ടുകാരെ പോലെയാണ് പെരുമാറിയത്. CH-ന്റെ നർമ്മബോധം അദ്ദേഹത്തിന് പിതാവിൽ നിന്നും ലഭിച്ചതാണ്. ജീവിത ക്ലേശങ്ങൾ നർമ്മഭാഷണങ്ങളിലൂടെ CH മറക്കുകയായിരുന്നു. വല്ലപ്പോഴൊക്കെ കാണാറുള്ളൂ. രാത്രി വളരെ ലേറ്റ് ആയിട്ടൊക്കെ വരും. എന്നാൽ വഴിക്ക് വല്ല തമാശകളൊക്കെ ഉണ്ടായതാണെങ്കിൽ ഞങ്ങൾ വിളിച്ചോണിട്ട് അതൊക്കെ പറയും. പിന്നെ എപ്പം പോയി വരുമ്പോഴും ഞങ്ങൾ വിളിച്ചോണ്ടാ വരിക. പിന്നെ ഓരോ ബുക്സൊക്കെ എഴുതുമ്പോൾ ഇതൊന്ന് എഴുതി തരുമോന്ന് ചോദിച്ചിട്ട് പകർത്തി എഴുതി കൊടുക്കാറുണ്ട്. പിന്നെ പഠിക്കാൻ അങ്ങനെ നിർബന്ധിക്കില്ല, പഠിക്കണം